ഇപ്പം നാട്ടിലെ സൂംബ ഡാൻസും അതിൻ്റെ വിവാദങ്ങളും പോസിറ്റീവ് ചിന്താഗതികളും നെഗറ്റീവ് ചിന്താഗതിയും ഒക്കെ ആണല്ലോ. ശരിക്കും മനുഷ്യൻ ഒരു ദിവസം 6000 തവണ ചിന്തിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിൽ 80% നെഗറ്റീവാണ് എന്നാണ്. നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കേട്ട് നെഗറ്റീവ് ചിന്തിക്കണം, അല്ല പോസിറ്റീവ് ചിന്തിക്കണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പോസിറ്റീവ് ചിന്തിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ അതിൻ്റെ നെഗറ്റീവ് വശത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊരു കഥ പറയാം. ഒരു വ്യക്തി അയാൾക്ക് പരിചയമുള്ള 2 ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി വന്ന് അയാൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളോട് കുറച്ച് പൈസ ആവശ്യപ്പെട്ടു. അയാൾ ഒരു മടിയും കൂടാതെ 10 രൂപ എടുത്തു കൊടുത്തു. ഇത് കേട്ട് നിന്ന മറ്റേ ആള് അയാൾക്ക് 25 രൂപ എടുത്തു കൊടുത്തു. ഈ പൈസ ചോദിച്ചു വന്ന ആള് ചിന്തിച്ച്, എന്നെ ഇത്രയും കാലം അറിയുന്ന, എന്നെ ഇത്രയും മനസ്സിലാക്കുന്ന ഒരാള് എനിക്ക് 10 രൂപ തന്നപ്പോൾ എന്നെ അറിയാത്ത ഒരാള് എനിക്ക് 25 രൂപ തന്നല്ലോ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. അവസാനം യാഥാർത്ഥ്യം അയാൾക്ക് ബോധ്യപ്പെട്ടു. എന്താണ് യാഥാർത്ഥ്യം? അയാൾ വന്ന് ചോദിച്ച ആ 10 രൂപ കൊടുത്ത ആളെടുത്ത് ആകെയിൽ 10 രൂപയേ ഉള്ളൂ. മറ്റേ ആളെടുത്ത് ലക്ഷക്കണക്കിന് ഉറുപ്പുണ്ട്. അതിൽ നിന്നാണ് 25 രൂപ കൊടുത്തത്. അപ്പോൾ കൊടുത്തതും കിട്ടിയതും അല്ല. നമ്മൾ ഒരാളിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു, അത് കിട്ടാതാകുമ്പോൾ അയാളെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ചിന്താഗതി. ഇതുപോലെ തന്നെ കണ്ടാൽ മതി എല്ലാ കാര്യത്തെയും. ഒന്നിനെയും നെഗറ്റീവായിട്ടും കാണണ്ട, പോസിറ്റീവായിട്ടും കാണണ്ട. നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ച് കാണാൻ ശ്രമിക്കുക. ഓക്കെ.